അള്ളാഹ് ഹലാലാക്കിയ ഒരു രണ്ടാം ഭാര്യ നിങ്ങൾ അനുവദിക്കാത്തതിന്റെ പേരില് നിങ്ങൾ നല്ലോണം അനുവദിച്ചതിന് ഞങ്ങളൊക്കെ കിട്ടിയിരുന്നു. അടിവിടാനാവൂലെന്ന് വിചാരിച്ചിട്ടാ. സത്യം, പാവപ്പെട്ട കുട്ടികളെ കാണുമ്പോ ബാപ്പാരെ കണ്ണുനീര് കാണുമ്പോ ഞങ്ങൾക്കുള്ള ഒരു അനുഭവം പറയാം. നിങ്ങൾ വിചാരിക്കില്ല മൗലൈമാര് രണ്ടെട്ടുണ്ട് ഓൽക്ക് വേറെന്തോ ഇൻട്രസ്റ്റ് ഉള്ളോണ്ടാണ്. പടച്ചോനാണ് ഈ ഹൃദയത്തെ തട്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ ദിവസം പോലെ മുജാഹിദ് സെന്ററിൽ, കോഴിക്കോട് മുജാഹിദ് സെന്ററിൽ ഒരു ഇബ്രാഹിക്കാണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കി നിങ്ങളെ ഭർത്താക്കും അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇബ്രാഹിക്ക, എന്നും പറഞ്ഞ് കരയും. ജീവിതത്തിൽ പലപ്പോഴും തോന്നി ഇബ്രാഹിക്ക ഞാൻ കെട്ടിക്കോളെ നിങ്ങളെ മുളയെന്ന് പറയാൻ. നിങ്ങൾ അനുവദിച്ചോ? നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ? എന്നിട്ട് ആ വാപ്പാന്റെ ഞങ്ങൾ പ്രസംഗ രംഗത്തൊക്കെ പോകുന്നുണ്ട്, ഞങ്ങളോടാ പറയാ. അതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങൾക്ക് സങ്കടം തോന്നും. പടച്ചോനെ, ഈ പെൺകുട്ടി വയ്യാതാരായി പോവല്ലോ, കേട് വന്നു പോവല്ലോ, ഓളെ കല്യാണം കഴിച്ചാൽ ഓൾക്കൊരു തൗഫീഖ് ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ അനുവദിച്ചില്ല. നിങ്ങൾക്ക് കേൾക്കണോ? സഹാബികൾ 2 ഭാര്യമാരില്ലാത്ത ആരും ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൂടി പറഞ്ഞു. അത് നിങ്ങളാരും അനുവദിച്ചോളൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലേ? സ്നേഹം കൂടുതലുകൊണ്ടാണ് ഇതിനാണ് നിങ്ങൾ പറയുന്നത്. ആയിക്കോട്ടെ. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല.